പ്രിയമുള്ളവരെ, ചെയ്തു വെച്ച അമലുകൾ സ്വീകരിക്കപ്പെടുമോ എന്ന വേവലാതിയിൽ റബ്ബിന്റെ സമുദ്രത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് രക്ഷക്കായി കടന്നു വരുന്ന ഒരു വസ്തുവുണ്ട്. അതെ, നമുക്ക് ശുപാർശകനായി വിശുദ്ധമായ ഖുർആൻ കടന്നു വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ ശുപാർശയ്ക്ക് നമുക്ക് അർഹതയുണ്ടാകണമെങ്കിൽ ദുനിയാവിൽ ആ ഖുർആനെ ചേർത്ത് പിടിച്ചവരാകണം, ഖുർആനുമായി ആത്മബന്ധമുള്ളവരായി തീരണം. ഇല്ല എങ്കിൽ നമുക്ക് ആ അർഹത കൈവരിക്കാൻ സാധിക്കുകയില്ല. ഇന്നൊരു പക്ഷേ മദ്രസ കാലഘട്ടം കഴിഞ്ഞാൽ പ്രായമാകുമ്പോഴേക്കാണ് ഖുർആൻ പലരുടെയും കരങ്ങളിലേക്ക് മടങ്ങിയെത്തുന്നത്. അതുകൊണ്ടായിരിക്കും മക്കളുമാരൊക്കെ ഇന്ന് ഉപ്പാക്കും ഉമ്മാക്കും ഗിഫ്റ്റുകൾ കൊടുക്കുമ്പോൾ അതിനൊരു ഖുർആനിൻ്റെ ഏട് കരുതുന്നത്. പ്രായമാകുമ്പോൾ ഓതാനുള്ളതല്ല ഖുർആൻ. മദ്രസ കാലം മുതൽ ജീവിതാന്ത്യം വരെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ടതാണ് വിശുദ്ധമായ ഖുർആൻ. അപ്പോഴാണ് നാളെ നമുക്ക് ശുപാർശകനായും രക്ഷകനായും വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിൻ്റെ സവിധത്തിൽ വന്ന് നമുക്ക് വേണ്ടി സംസാരിക്കുകയുള്ളൂ. അള്ളാഹു ഖുർആനെ ചേർത്ത് നിർത്തുന്ന, ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.